കോട്ടയം നഗരത്തിലാണ് ആദ്യത്തെ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നടന്നത്. പിന്നീട് എറണാകുളം ജില്ലയിൽ നമ്മൾ നടത്തുകയുണ്ടായി. ഈ രണ്ട് സ്ഥലത്തും വളരെ വമ്പിച്ച വിജയമായിരുന്നു എന്നുള്ളത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം എന്ന പരിപാടിക്ക് വലിയൊരു കരുത്തേകിയ സംഭവങ്ങളാണ്. അതിനു മുമ്പ് ഇപ്പോ 50, 60, 70, 80 വയസ്സൊക്കെയുള്ള ആളുകൾ ജീവിതത്തിന്റെ ആദ്യ കാലത്ത് ജീവിതത്തോടുള്ള പോരാട്ടത്തിന്റെ അവസരങ്ങളിൽ സ്കൂളുകളിൽ പോകാനോ വിദ്യ അഭ്യസിക്കാനോ അക്ഷരങ്ങളെ പരിചയപ്പെടാനോ സാധിക്കാത്ത ഒരുപാട് അംഗവാദികളുണ്ടായിരുന്നു. സദസ്സിലുള്ള സ്പെഷ്യാലിറ്റികൾ ചേർന്നാണ് കൗൺസിലർ രജനി അസ്ലമടക്കമുള്ള സഹോദര സുഹൃത്തുക്കൾ ഇത് പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാഗത പുസ്തകത്തിൽ അതിശക്തികളാണ് വളരെ കൃത്യമായി ഒരുപാട് ഇടപെടൽ നമുക്ക് ഇന്ന് ലോക സാക്ഷരതാ ദിനമാണ്. 1965 ഇറാനിൽ വെച്ച് ലോകത്തെ എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും യോഗം ചേർന്നു നിരക്ഷരായ ആളുകളെ എങ്ങനെ അക്ഷരത്തിന് അത് പെരുമാറാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോകമെമ്പാടും സാക്ഷരതാദിനമായി ആചരിക്കുന്നത്. ഇതിന് വലിയ ഭാഗമായി തന്നെ നമ്മൾ 1990 കാലഘട്ടത്തിൽ ഇവിടെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടുണ്ട്. കേരളത്തെയും സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിക്കേണ്ട ഒരുപാട് പ്രവർത്തകർക്ക് മാതൃകാപരമായ നേതൃത്വം കൊടുത്ത ആളുകളാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ സാക്ഷരതാ മിഷന്റെ കോഴിക്കോട് പ്രൊജക്ട് ഏരിയയുടെ പ്രൊജക്ട് ഓഫീസറായി പിന്നീട് എൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണായി ആണ്. ഈ പ്രോജക്ട് ഓഫീസറായി പ്രവർത്തിച്ച കാലത്താണ് ഞാൻ ഒരു ഗ്രാമപഞ്ചായത്ത്
ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ആഘോഷമായി മാറ്റിക്കൊണ്ട് അതിലേക്ക് വരും. കാരണം പലരും തന്നെ ടീച്ചറുടെ ഭാഗത്ത് ഞങ്ങൾ സാക്ഷരതയ്ക്ക് ചെന്നപ്പോഴേ നല്ല പാൻറ് സൂട്ടുമായിട്ട് നല്ല ആളുകൾ ഇങ്ങനെ പോകാണ്. പക്ഷെ അവർക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല. അവരയക്കുന്ന കത്തുകൾ വായിച്ചു കൊടുക്കാൻ മറ്റുള്ളവർ വായിച്ചു കൊടുക്കണം. അവർക്ക് കിട്ടുന്ന കത്തുകളും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന കത്തുകളൊക്കെ വായിക്കാൻ വേണ്ടി വേറെ ആളുകളായിരുന്നു ചെയ്തിരുന്നത്. ആണും പെണ്ണും ഇങ്ങനെയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീസന്റ് ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് എഴുതാനും വായിക്കാനും അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. മിക്കവാറും സ്ത്രീകൾക്ക് അറബി മലയാളം അറിയിക്കാറ്. അന്ന് കലക്ടറേറ്റിലുള്ള മീറ്റിംഗിൽ കലക്ടറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറബി മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് സാക്ഷരതയിലേക്ക് പറയാൻ പറ്റുമോ? അന്നത്തെ കണക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അറബി മലയാളം മാത്രമല്ല, നമുക്ക് മലയാളത്തിൽ അവർക്ക് അവരുടെ പേരും വിലാസവും എഴുതാനും കഴിഞ്ഞാൽ മാത്രം അതുകൊണ്ട് മലയാളം അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഭാഗത്ത് ഏത് ടാക്ടിക്സ് ആണ് ഓരോ ഭാഗത്തും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ഭാഗത്തും ഓരോ ടാക്ടിക്സ് ആയിരുന്നു. ബീച്ചിലുണ്ടായിരുന്നത് മൂവിങ് ജനറേഷൻ ആണ്. ബീച്ചില് ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ ആളുകള് ഒരു ദിവസം കണ്ട ആളുകളായിരുന്നു വിദേശത്തുണ്ടാകും. ഇവരെ സാക്ഷരതാക്കണം. ഇവരുടെ ആ വീട്ടിന്റെ നമ്പർ അനുസരിച്ചുകൊണ്ട് അവിടെ വന്ന് സെൻസസ് എടുക്കുമ്പോൾ ഇവരൊരു സാക്ഷരതാണെന്ന് നമുക്ക് പറയേണ്ടത്. അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിലായി ഇവരോട് അവിടെ നിന്ന് തന്നെ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി നോക്കണം. പക്ഷെ അവരിലാണെങ്കിലും SLC കഴിഞ്ഞവര് ആരും കണ്ടെത്താൻ കഴിയില്ല. 8ഉം 7ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് അവരെ ഉപയോഗപ്പെടുത്തി. പിന്നീട് ഞങ്ങള് വനിതാ പോളിടെക്നിക്കിലുള്ള കുറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ? അവരെ കൊണ്ട് ഇറക്കുമതി ചെയ്തിട്ട് അവിടെ സാക്ഷരത പരിപാടികൾ ഓരോ വീട്ടിലുള്ള ആളുകളെ അടുത്ത് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുക. പിന്നെ ഇതേപോലെ ഒന്നായിരുന്നു നമ്മുടെ ലെപ്രസി ഹോസ്പിറ്റൽ. ഇന്നുള്ള സ്കിൻ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ ജീവാരുണ്ട്. ലെപ്രസി ഹോസ്പിറ്റലിൽ സെൻസസ് എടുത്തപ്പോൾ 137 പേര് നിരക്ഷരാണ്. അവർക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല. ലെപ്രസി ഒന്ന് ബാധിച്ച് കൈകൊണ്ടൊക്കെ പിടിക്കാൻ പെണ്ണ് പിടിക്കാൻ പോലും പെൻസിൽ പിടിക്കാൻ പോലും കഴിയാത്തൊരു ഭാഗം വീട്ടിലായിരുന്നു. പക്ഷെ ആളുകളെ അവിടെ പഠിപ്പിക്കാൻ ആരും പോകുമ്പോൾ ലെപ്രസി എന്നുള്ളത് നമുക്ക് പേടിയുള്ളതാണ്. ഞങ്ങൾ ചോദിച്ചു, ആരെങ്കിലും പഠിപ്പിക്കാൻ പോവോ? ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ആരെങ്കിലും പോകുന്നതെന്ന് ആരും പോകില്ല, പേടി. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്താ ചെയ്യല്, മെത്തേഡ് വേണമല്ലോ അവർ പഠിപ്പിക്കാൻ വേണ്ടി. ഞങ്ങൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജിലെ ചെന്നിട്ട് ഡോക്ടേഴ്സുമായി ചോദിച്ചു. അവർ പറഞ്ഞു ലെപ്രസി അങ്ങനെയൊന്നും പകരില്ല. ലെപ്രസി വളരെ ക്ലോസ് കോണ്ടാക്ട് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ഇടയ്ക്ക് വന്ന് ക്ലാസ്സൊക്കെ എടുത്ത് പോയാൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് വളരെ നീലാണ്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് വിളിച്ചിട്ട് അവര് ക്ലാസ് ലെപ്രസിയെ പറ്റി അതിൽ തന്നെ കുറെ ഇൻസ്ട്രക്ടേഴ്സ് കിട്ടി. അവര് പറഞ്ഞു ഞങ്ങൾ പോയി ക്ലാസ് എടുത്തോളാം. അങ്ങനെ അവരെ കൊണ്ട് നമ്മള് ലെപ്രസി ഹോമിന് വൈകുന്നേരത്തിന് ഈ കുട്ടികളെ പോകും അവര് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവര് കത്ത് എഴുതിയിട്ടില്ല. പ്രോജക്ട് ഓഫീസിലേക്ക് ഇവരുടെ കത്ത് വന്നു. ആ കത്തില് ഞങ്ങളെ എഴുതാൻ വേണ്ടിയും അത് സഹായിച്ചതിന് വളരെയധികം നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർഡിൽ എഴുതിയ കത്ത് എന്റെ കയ്യിൽ ഞാൻ കിടക്കാൻ ശ്രമിച്ചിരുന്നു കാണുന്നത്. ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഓരോരുത്തർ കത്ത് എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജയിലിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് പഠിക്കാത്ത ആളുകൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി തോന്നുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിലും നിരക്ഷരാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സെൻസസ് രൂപത്തിലാണ്, സെൻസസിലാണ് ആദ്യം കണ്ടെത്തുന്നത്. അപ്പൊ അതാണ് ഏറ്റവും നല്ല സയന്റിഫിക് മെത്തേഡ് വന്നില്ല. ഇവിടെ പഞ്ചായത്തിന്റെ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരോട് പറയേണ്ടിയിരുന്നു, ഇവിടെ നിങ്ങൾക്ക് ഫറോക്ക് മുനിസിപ്പാലിറ്റിയില് നിങ്ങള് എത്ര പേര് ഇപ്പോഴും നിരക്ഷരുണ്ടോ എന്നുള്ളതിനെ സെൻസസ് എടുക്കണം. കാരണം 2021 സെൻസസ് നടന്നിട്ടില്ല. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. അതിനുശേഷം 2021 നടന്നിട്ടില്ല. കാരണം കൊറോണ ഒക്കെ വന്നതിൽ അത് നടന്നിട്ടില്ല. 24 എന്നിട്ടും സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് എത്ര പേര് നിരക്ഷരാണെന്നുള്ള അറിയില്ല. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ അവരെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. പഠിപ്പിക്കുന്ന രീതി തന്നെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പുസ്തകം ഉണ്ടാക്കണം. അതിനൊരു ഗ്രൂപ്പ് തന്നെ വർക്ക് ചെയ്തു. അവർ അതിനു വേണ്ടി അക്ഷര പുസ്തകങ്ങൾ ഉണ്ടാക്കി. ആ പുസ്തകത്തിന്റെ ആ രൂപത്തിൽ, കാരണം ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഓരോ വലിയവരെ പഠിപ്പിക്കുമ്പോഴേ അവരെപ്പോഴും എതിർത്തുകൊണ്ടുണ്ടാവും. പിന്നെ തമാശകളും ട്രോളുകളും ഒക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെയോടല്ല. പണ്ട് തമാശ രൂപത്തില് പഠിതാക്കളെ പറ്റിയുള്ള തമാശകൾ അടിപിടിയൊക്കെ എടുക്കേണ്ടത് നമ്മൾ കേട്ടുകണ്ടത്. അത് വളരെ
രസമായിട്ടുള്ള ഒരു കാലമായിരുന്നു. എനിക്കറിയാം, ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ആഴ്ചയിൽ അവലോകനം നടത്തും. ഓരോ സ്ഥലത്തുമുണ്ട്. അപ്പൊ ഫറോക്കിലുള്ള ദേവന്മാർ അവിടെ വരും, നാരായണന്മാർ വരും, ലക്ഷ്മി ടീച്ചറുകളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ അവലോകനം നടത്തും. ആ സ്ഥലത്ത് ഇനിയും ആർക്ക് എന്തൊക്കെയാണ് വേണ്ടത്. പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തും. സ്ട്രേറ്റ് വേണമെങ്കിൽ സ്ട്രേറ്റ്, ബുക്കാണെങ്കിൽ ബുക്ക്, പെൻസിലാണ് പെൻസില്, കടലാസ്, അതേപോലെ ഓഫീസ്. കോഴിക്കോട് ഓഫീസ് തന്നെ അവിടെ നിന്ന് ഓരോരുത്തർ സപ്ലൈ ചെയ്താണ്. അവിടെയുള്ള ഫർണിച്ചറും സാധനങ്ങളൊക്കെ ഓരോരുത്തർ സപ്ലൈ ചെയ്തു. ഞങ്ങൾ തരാം. ഇപ്പൊ ജനകീയമാക്കി മാറ്റിക്കിട്ടില്ല. അതാണ് ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി. അതുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി അത് വിജയിപ്പിക്കാൻ വേണ്ടി വിജയകുമാർ ആണ്. അദ്ദേഹത്തിന് എൻ്റെ നമ്മുടെ ഈ പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മേയറായ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ CNC അബ്ദുൾ റസാഖ് അവർക്കാണ്. അവർക്ക് അതിനു വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അനുസ്മരണങ്ങൾ അർപ്പിച്ച് സംസാരിച്ച അസ്ലാം അഹമ്മദ്, അജയ്കുമാർ, മോഹൻദാസ് കരംചന്ദ്, സജിത് M എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രൊഫസർ കെ കായോട്ടി മാസ്റ്റർ, അദ്ദേഹം പോയിട്ടില്ല, അവിടെയുണ്ട്. ഈ പ്രവർത്തനത്തോട് ഈ പ്രവർത്തിയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മനസ്സുള്ള ആളുകളായിട്ടാണ് ഇത് കഴിയുന്നത് വരെ ഇവിടെ ഇരുന്നത്. സന്തോഷിക്കാൻ